കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സാപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ച് കൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പോർഷനാണ്. അപ്പം ഞാൻ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞുതരാം. അപ്പോൾ കാര്യം കുറച്ചുകൂടി ക്ലിയർ ആവും. ഒരു ഭാര്യ ഭർത്താവ്, അവർക്ക് 2 കുട്ടികൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ചില പ്രത്യേക സാഹചര്യത്തിൽ ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ആകുന്നു, വേർപിരിയുന്നു. വേർപിരിഞ്ഞതിന് ശേഷം ഭാര്യ കേരളത്തിൽ ഇപ്പോൾ ഒരു എറണാകുളം ജില്ലയിലാണ് ഒരു കുട്ടിയുമായിട്ട് താമസിക്കുന്നത്. ഭർത്താവ് 2ാമത്തെ കുട്ടിയുമായിട്ട് ബാംഗ്ലൂർ താമസിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലെന്ത് മനസ്സിലായി? ഭാര്യയും ഭർത്താവും 2 ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളിലാണ് താമസിക്കുന്നത്. കുട്ടികളും എങ്ങനെ തന്നെയാണ്? 2 ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഭർത്താവ് വിചാരിക്കുകയാണ് കേരളത്തിലുള്ള കുട്ടിയുടെ വിസിറ്റേഷനും അതുപോലെ തന്നെ കുട്ടിയുടെ കസ്റ്റഡിയും കിട്ടുവാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഗാർഡിയൻ OP അല്ലെങ്കിൽ GOP ഫയൽ ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള കുട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള GOP ഈ ഭർത്താവ് ബാംഗ്ലൂരാണോ കേരളത്തിലാണോ ഫയൽ ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് കോടതി പറഞ്ഞിട്ടുള്ള മറുപടി ഇതാണ്. അതായത് കസ്റ്റഡി ആപ്ലിക്കേഷൻ ഓഫ് മൈനർ, അത് പെൺകുട്ടിയാകാം ആൺകുട്ടിയാകാം, മൈനർ ക്യാൻ ഓൺലി ബി ഫൈൽഡ് ബിഫോർ കോർട്ട് ഹാവിങ് ജൂറിസ്ഡിക്ഷൻ വേർ ചൈൽഡ് ഓർഡിനറിലി റിസൈഡ്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഈ കുട്ടി ഏത് ജൂറിഡിക്ഷനിലാണോ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് ആ കോടതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കേസ് ഫയൽ ചെയ്യേണ്ടത്. അതായത് ബാംഗ്ലൂരുള്ള അച്ഛന് എറണാകുളത്തുള്ള കുട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? കുട്ടി എറണാകുളത്ത് ഏത് കോടതിയുടെ പരിസരത്താണ് താമസിക്കുന്നത് അവിടെ പോയിട്ട് വേണം കേസ് ഫയൽ ചെയ്യാൻ. അല്ലാതെ ബാംഗ്ലൂരല്ല ഫയൽ ചെയ്യേണ്ടത്. തിരിച്ച് എന്താണ്, ഈ അമ്മയ്ക്ക് ബാംഗ്ലൂരുള്ള കുട്ടിയുടെ കസ്റ്റഡി വേണമെന്നുണ്ടെങ്കിൽ അമ്മ കേസ് ഫയൽ ചെയ്യേണ്ടത് എവിടെയാണ്? ബാംഗ്ലൂർ കുട്ടി താമസിക്കുന്ന ആ ജൂറിഡിക്ഷൻ ഏതാണോ അവിടെ പോയിട്ടാണ് ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.